സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞു തുടങ്ങുന്നതായ സമയത്ത് ഒരിക്കലും ഒരു പുസ്തകത്തിൽ കണ്ട ഒരു കാര്യത്തെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എനിക്കെന്നും എല്ലാ സമയത്തും ഒരു ഗുരു എന്നുള്ള ഒരു കുഷ്യൻ ഉണ്ടായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ആഴ്വാർമാരുടെയോ നായനാർമാരുടെയോ ഗ്രന്ഥങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാലും കാണാൻ പറ്റുന്നത് അവരവർ ഇറയവർ കുറവിലർ. മറ്റുള്ള ആൾക്കാരുടെ അനുഷ്ഠാനത്തിലുള്ള ദേവതമാർ ഒരിക്കലും കുറവുള്ള ദേവതകളാണെന്ന് ആഴ്വാർമാരോ നായനാർമാരോ പറയുന്നില്ല. സോൾസ് ആർ എവരിവെയർ. ആ സോളിന് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ ഒരു ബോഡി അസൈൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സ്പന്ദം ഒരിക്കലും മരിക്കുന്നില്ല അല്ലെങ്കിൽ നിൽക്കുന്നില്ല എന്ന് കാണാം. ചെറിയ മോളിക്യൂളുകളിൽ പോലും ആ സ്പന്ദം ഒരിക്കലും നിൽക്കുന്നില്ല. നമസ്കാരം ശ്രീകാന്ത്ജി. നമസ്കാരം. അപ്പം താങ്കളുടെ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്ക് സംസാരിച്ചതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആയിക്കോട്ടെ. ഞാൻ ജനിച്ചത് കോട്ടയത്തിനടുത്ത് പരിപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ അവിടുന്ന് കോളേജിൽ പഠിച്ചത് CMS കോളേജ് കോട്ടയം. BSc കെമിസ്ട്രി അവിടെ നിന്നായിരുന്നു. കൊച്ചി സർവകലാശാലയിൽ നിന്ന് MSc PhD രണ്ടും കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർഷങ്ങൾ സ്വിസ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ചെയ്തു. അതിനുശേഷം NIT ട്രിച്ചിയിൽ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തു. ഇപ്പോൾ ഞാനവിടെ പ്രൊഫസറാണ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആണ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. തീർച്ചയായിട്ടും താങ്കളുടെ പശ്ചാത്തലം തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. എന്നാലും താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് കൂടുതൽ പഠിക്കാനും അല്ലെങ്കിൽ കൂടുതൽ അറിവ് കാണിക്കാനും ഉണ്ടായ ഒരു സാഹചര്യം? ആധ്യാത്മികത എന്ന് പറയുന്നത് പൊതുവെ ഞങ്ങളൊരു ഓർത്തഡോക്സ് കുടുംബമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആൾ എൻ്റെ മുത്തശ്ശനാണ്. ഉപനയനം കഴിഞ്ഞ കാലത്തൊട്ട് തന്നെ എല്ലാ അനുഷ്ഠാനങ്ങളും കൃത്യമായി ചെയ്യുന്നുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്തിരുന്ന ഒരു വ്യക്തി മുത്തശ്ശനാണ്. ഇടക്കാലത്തത് പല അനുഷ്ഠാനങ്ങളും വിട്ടുപോവുകയും പിന്നീട് തിരിച്ചു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ വേരുകൾ പാകി തന്നിട്ടുള്ളത് മുത്തശ്ശനാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് അത് ഡെവലപ്പ് ചെയ്തതാണ് ഒരു സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തുടക്കത്തിൽ തന്നെ സംശയങ്ങളൊന്നും നമുക്കില്ല. പക്ഷേ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് നമ്മളെങ്ങനെ സീക്ക് ചെയ്യണം, നമ്മൾ ആരാണ് എന്നുള്ള ക്വസ്റ്റ്യനുകളിൽ ഉള്ള വ്യത്യാസങ്ങൾ മാത്രമേ കാലഘട്ടങ്ങൾ മാറുമ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇടക്കാലത്ത് ഹിന്ദു ന്യൂസ് പേപ്പർ നല്ലോണം വായിക്കുമായിരുന്നു. അപ്പോൾ അതിൽ ഒരു ആർട്ടിക്കിളിൽ നിന്നാണ് വൈഷ്ണവിസം എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിനെ പറ്റി അറിയാനുള്ള ഒരു സീഡ് ഉണ്ടായത്. പിന്നീട് എബ്രോഡ് ഉണ്ടായിരുന്ന കാലത്ത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും പിന്നെ വളരെ സ്കോളേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും അതിനെപ്പറ്റി കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കാനും സാധിച്ചു. അപ്പോൾ എൻ്റെ ആദ്യ ദീക്ഷ എന്ന് പറയുന്നത് വൈഷ്ണവ ദീക്ഷയാണ്. വിശിഷ്ടാദ്വൈത സമ്പ്രദായത്തിലുള്ള ദീക്ഷയാണ്. അതിലേകദേശം ഒരു 10-12 വർഷക്കാലത്തോളം അതിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം അവിടുത്തെ ഗുരുനാഥൻ മരിച്ചതിന് ശേഷമാണ് പിന്നീട് കുറച്ചു കാലം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ബ്ലാങ്ക് ഫീലുണ്ടല്ലോ. ആ ഒരു ബ്ലാങ്ക് ഫീൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന കാലത്താണ് മറ്റുള്ള ദർശനങ്ങളെ പറ്റിയും ഒക്കെ ഒരു ഒബിയസ്ലി ഒരു നോട്ടം പോകുന്നത്. ഒരു വളരെ ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു വൈഷ്ണവൈറ്റ് ഫോളോവർ ആയിരുന്നു ഒരു സമയത്ത്. സോ ഹാർഡ് കോർ വൈഷ്ണവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള പലർക്കും അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർക്ക് അത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ വിശ്വസിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു ഹാർഡ് കോർ വൈഷ്ണവിസമാണ്. അത് ഹാർഡ് കോർ ശൈവിസവും അതുപോലെ തന്നെയാണ്. അതിൻ്റെ പ്രിൻസിപ്പിൾസും ഒക്കെ വളരെ ഏക ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു അനുഷ്ഠാനവും വിശ്വാസവുമാണ്. അപ്പോൾ അവിടുന്ന് ഒരു തന്ത്രത്തിലേക്ക് മാറുമ്പോൾ ഒരു തരത്തിൽ ഏകദൈവമാണ്, വേറൊരു തരത്തിൽ അതിലൊരു ബഹുസ്വരതയുണ്ട്. അപ്പോൾ അതൊരു തരം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. പിന്നെ എന്ത് കാര്യത്തെയും ഒരു ലൈറ്റ് മെൻറ്റാലിറ്റിയോട് കൂടി അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സീരിയസ്നെസ് ഉണ്ടെങ്കിൽ പോലും ഇത് ചെയ്താൽ അല്ലെങ്കിൽ ഇത് നോക്കിയാൽ ഇത് വായിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടിയോടുകൂടി ഞാനൊരു സാധനത്തിനെയും ഒരു കാര്യത്തെയും അപ്രോച്ച് ചെയ്യാറില്ല. അത് സബ്ജക്റ്റ് സയൻസ് ആയാലും ശരി, അത് സ്പിരിച്വാലിറ്റി ആയാലും ശരി, ആ സബ്ജക്റ്റിൻ്റെ ഗരിമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് വളരെ എളുപ്പമായിട്ട് അത് ഇൻട്രാക്ട് ചെയ്യാനും
പിന്നെ തന്ത്രത്തിൽ വായിച്ച് തുടങ്ങുകയല്ല ചെയ്തത്, ആദ്യം പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക ചെയ്തത്. അതായത് ഇറ്റ് വാസ് എ ബ്ലൈൻഡ് കൈൻഡ് ഓഫ് എ പ്രാക്ടീസ്. സോ അനുഷ്ഠാനങ്ങൾ, താന്ത്രിക അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ ഇറ്റ് വാസ് എ ഡയറക്റ്റ് പ്രാക്ടീസ്. സോ അത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം, വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് പൂജയായാലും അനുഷ്ഠാനങ്ങളായാലും ജപമായാലും വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെ മനസ്സിൽ വരുന്നത്. പക്ഷേ അതിൻ്റേതായ അഡ്വാൻറ്റേജുകളുണ്ടായിരുന്നു. ബിക്കോസ് യു നോ ദ പ്രാക്ടീസ് ആഫ്റ്റർവേർഡ്സ് വെൻ യു റീഡ് ഇറ്റ്. അത് വളരെ പെട്ടെന്ന് സ്ഫുരിക്കാൻ അത് ഒരു വളരെ ഹെൽപ്ഫുള്ളായി. എൻ്റെ കേസിൽ എല്ലാവർക്കും ഓരോ അപ്രോച്ചുണ്ട് അവരുടെ സ്പിരിച്വാലിറ്റിയിൽ. എൻ്റെ കേസിൽ ഈ ഒരു അപ്രോച്ച് എപ്പോഴും വളരെ ഹെൽപ്ഫുള്ളാണ്. എന്ത് തോന്നിയാലും അല്ലെങ്കിൽ എന്ത് കണ്ടാലും ആദ്യം ചെയ്യുക, ചെയ്തതിന് ശേഷം അതിനെപ്പറ്റി ആലോചിക്കുക എന്നുള്ളത്. എൻ്റെ റിപ്പർക്കേഷൻസിനെ പറ്റിയിട്ട് ഒരിക്കലും അന്നത്തെ സമയത്ത് ബോദർ ചെയ്തിരുന്നില്ല. ഇന്ന് പ്രോബബ്ലി ആറ്റിറ്റ്യൂഡ് വൈസ് ചേഞ്ച് ആയിട്ടുണ്ടാവാം. പക്ഷേ ദിസ് ഈസ് ഹൗ ഒരു സ്പിരിച്വാലിറ്റിയുടെ പാത്ത് വേ ഡെവലപ്പായി വന്നത് ആ ഒരു രീതിക്കാണ്. ഇപ്പം സാർ ഇപ്പം പറഞ്ഞ ഒരു ഇതിനകത്ത് സാറ് ഡയറക്റ്റ് പ്രാക്ടീസ് ചെയ്യുവായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഇപ്പം നമുക്ക് ഒരു അറിവ്, ഇപ്പം നമുക്ക് ഇപ്പം എന്തിനെങ്കിലും കുറിച്ചൊരു വ്യക്തമായ ധാരണയില്ലാതെ നമ്മളിങ്ങനെ ഡയറക്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സാധാരണ സാറ് പറഞ്ഞിരുന്നും നമ്മൾ ബുക്കുകൾ വായിക്കാറുണ്ട്. ബുക്കുകൾ വായിച്ച് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മൾ ചിലപ്പം എടുത്ത് പ്രയോഗിക്കാറുണ്ട്. അപ്പം അതിൽ നിന്നും ഒരു കുറച്ച് മാറിയാണ് സാറ് സംസാരിച്ചത്. അപ്പം അതെങ്ങനെ സാധിക്കുന്നു? അല്ല, അതിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, പണ്ട് മുതലേ കേട്ടിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായ ഒരു ധാരണയില്ലാതെ ചെയ്യുന്നത് ആപത്തിലേക്ക് നയിക്കുമെന്നും അല്ലെങ്കിൽ അത് അപകടം ഉണ്ടാക്കുമെന്നും നമ്മുടെ ഭാവി ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പം സാറ് നേരെ തിരിച്ച് വേറൊരു മയപ്പെട്ട രീതിയിലാണ് സാറ് സംസാരിക്കുകയും ചെയ്തത്. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? അല്ല, അതിലൊരു ഡിസ്ക്ലെയിമർ ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, രണ്ട് കാലഘട്ടം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും കുട്ടിക്കാലത്ത് ഉള്ളതുപോലെ തന്നെ അമ്മിക്കുഴവി വെച്ചിട്ട് നമ്മൾ പൂജ കഴിക്കുക, അമ്പലത്തിൽ കൊടിയേറിയ നമ്മുടെ വീട്ടിലും ഏതെങ്കിലും പൊങ്ങിലത്തിൻ്റെ മുകളിൽ ഏതെങ്കിലും തുണി വലിച്ചു കെട്ടി ഒരു ഉത്സവം പോലെ നടത്തി കളിക്കുന്ന ബാല്യകാലം ആധ്യാത്മികതയിൽ താല്പര്യമുള്ള പലർക്കും ഉണ്ടാവും. അല്ലെങ്കിൽ മണ്ണ് കുഴച്ച് എന്തെങ്കിലും വിഗ്രഹങ്ങളുണ്ടാക്കി അതുകൊണ്ട് കാട്ടിൽ നിന്നുള്ള ഇലകളും പൂക്കളും ഒക്കെ പറിച്ച് അലങ്കരിച്ച് പൂജ കഴിച്ച് കളിക്കുക എന്നുള്ള ഒരു ബാല്യം നമുക്ക് ഒരുമാതിരിപ്പെട്ടവർക്ക് സംസാരിച്ചിട്ടുള്ള പല ആൾക്കാർക്കും അതൊരു റെപ്പിറ്റേറ്റീവായിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. സോ അവിടെ ഈ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും സ്ഥാനം വരുന്നില്ല. അത് ബാല്യത്തിൻ്റെ ഇന്നസെൻസാണ്. പക്ഷേ അതിന് ശേഷം നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതായ സമയത്ത് ഒരിക്കലും ഒരു പുസ്തകത്തിൽ കണ്ട ഒരു കാര്യത്തെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. എനിക്കെന്നും എല്ലാ സമയത്തും ഒരു ഗുരു എന്നുള്ള ഒരു കുഷ്യൻ ഉണ്ടായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത് വൈഷ്ണവത്തിലുള്ള പ്രാക്ടീസുകളിലായിരുന്നെങ്കിലും ശരി, തന്ത്ര പ്രാക്ടീസ് ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിലായാലും ശരി, ആ ഗുരു എങ്ങനെ എയ്ഡ് ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പോൾ ശ്രീചക്ര പൂജ ആദ്യം ചെയ്യുന്ന കാലത്ത് നീ ചെയ്യേ എന്ന് പറയുകയാണ് ചെയ്തത്. അതെങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ ആദ്യം ചെയ്യേ, യു ഡോണ്ട് വറി, ദെൻ യു വിൽ കറക്റ്റ് ഇറ്റ് ലേറ്റർ എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഗുരു എടുത്തത്. ഒരു തരത്തിലൊരു വലിയ ആത്മവിശ്വാസമാണ് പറഞ്ഞത്. സോ ആ ഡിസ്ക്ലെയിമർ ഉണ്ടെന്ന് പറയുന്നതിന് കാരണം എനിക്കെപ്പോഴും ഒരു ഗുരുവിൻ്റെ ആത്മവിശ്വാസം, ഒരു ഗുരുവിൻ്റെ വലിയ ഒരു ബാക്ക്ഗ്രൗണ്ട് പുറകിലുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്ത് കാര്യവും ചെയ്യുന്നതിനായിട്ട് ഒരു പേടിയില്ല. സോ ദർ ഈസ് ഒരു തരത്തിലുള്ള ഒരു അനുജ്ഞയാണത്. യു ഡു, ഐ ആം ദെയർ ടു ടേക്ക് കെയർ ഓഫ്. അതായത് നമ്മൾ ഈശ്വരനിൽ വിശ്വസിച്ചിട്ട് നമ്മൾ അവിടുന്ന് തെറ്റ് സംഭവിച്ച് കാലിടറി വീണാൽ, ഒരു ഗുരു ഉണ്ടെങ്കിൽ നമ്മൾ ഗുരുവിൻ്റെ മടിത്തട്ടിലേക്കാണ് വീഴുക, ഒരിക്കലും തറയിൽ വീണ് പോവില്ല. സോ ആ ഒരു ദൃഢമായ അധ്യവസായം നമുക്കെപ്പോഴും ഉണ്ടാവണം. സോ ഞാൻ പറയുന്നതിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു റാൻഡമായിട്ടുള്ള ഒരു പുസ്തകം കണ്ടു, അതിലൊരു പദ്ധതി കണ്ടു, അതെടുത്ത് ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത്.
മറിച്ച് ശാസ്ത്രാനുസാരിയായിട്ടുള്ള അനുഷ്ഠാനങ്ങളെ ചെയ്യുന്ന കാലത്ത് അത് വളരെ ബ്ലൈൻഡായിട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അത് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റിൽ നമുക്ക് ഓൾവേസ് ദർ വാസ് എ ബ്ലെസ്സിങ് ഫ്രം ദ റെസ്പെക്റ്റീവ് ഗുരു. യു ഡു ഇറ്റ്, ദെൻ വി വിൽ സീ ലേറ്റർ. മിസ്റ്റേക്ക് ചെയ്തിട്ടാണ് ഒരാൾ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ശരി ചെയ്ത് അതായത് പല ആൾക്കാരും എന്നോട് പറയാറുണ്ട്, പൂജയൊക്കെ ശരിക്ക് പഠിച്ചിട്ട് വേണം പൂജ ചെയ്യാൻ എന്നിട്ട്. പൂജ ശരിക്ക് പഠിച്ചതിന് ശേഷം പൂജ ചെയ്യലെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നടക്കാത്തൊരു കാര്യമാണ്. കാരണം ഓൾവേസ് എന്തെങ്കിലും ഒരു എറർ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആ എററിലൂടെയാണ് നമ്മൾ പൂജ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ആ എറർ നോട്ടീസ് ചെയ്യുന്നത്. ബട്ട് യു ഹാവ് ടു ഗോ അഹെഡ് വിത്ത് ദാറ്റ് എറർ. അത് അടുത്ത തവണ ചെയ്യുമ്പോൾ നമ്മൾക്കത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും, പുതിയൊരു എറർ വരും. സോ ദർ ഇസ് യു ഓൾവേസ് പ്രോഗ്രസ്. ആൻഡ് വെനെവർ യു ആർ ഓൾവേസ് പ്രോഗ്രസിങ് ഓൺ ഇറ്റ്, വളരെ അതിശയകരമായ നോളജ് അല്ലെങ്കിൽ അതിശയകരമായ ജ്ഞാനത്തെ നമുക്ക് സംഭാവന ചെയ്യുന്ന ഒന്നാണ് ഈ തന്ത്രാനുഷ്ഠാനങ്ങളായാലും ശരി, ആഗമോക്തമായ അനുഷ്ഠാനങ്ങളായാലും ശരി. ഭഗവതിക്ക് അഭ്യാസ അതിശയജ്ഞാത എന്ന് പറഞ്ഞൊരു നാമമുണ്ട്. അഭ്യാസം കൊണ്ട് മാത്രമേ നമുക്ക് അതിശയകരമായ ജ്ഞാനം റിവീൽ ചെയ്യപ്പെടുന്നുള്ളൂ. ഒന്നും ചെയ്യാതിരുന്നാൽ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പം താങ്കൾ തന്നെ NIT-യിലാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. തീർച്ചയായും ഒരു മോഡേൺ സയൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് താങ്കൾ. അതിൽ നിന്നും തീർത്തും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് സാറിപ്പം പറയുന്നത് തന്നെ. അതായത് തീർത്തും മോഡേൺ സയൻസ് പലപ്പോഴും മിഥ്യയാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന ഒരു എന്താണോ അതിനെ പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് പറയുമ്പം ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാറിൻ്റെ ആ ഒരു രണ്ടിലും സാറുണ്ട് എന്ന് പറയുന്നതാണ് എന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കിയത്. അത് സാർ എങ്ങനെ അതിന് രണ്ടിനെ ഇപ്പം എവിടെയെങ്കിലും സാറൊന്ന് അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ പോലും ഇത് രണ്ടും തമ്മിലുള്ള ഒരു വലിയൊരു വ്യത്യാസം ആളുകൾ സാറിനോട് ചോദിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് അങ്ങനെ എന്ന്? അല്ല, പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മോഡേൺ സയൻസ് ഒരിക്കലും കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. മോഡേൺ സയൻസ് ഇത് നമ്മുടെ എന്നല്ല, ലോകത്തിലുള്ള എല്ലാ മത അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് പ്രാക്ടീസുകളോ വെറും മിഥ്യയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സയൻറ്റിസ്റ്റും ഒരിടത്തും എഴുതിയിട്ടില്ല. ഒരു സയൻറ്റിഫിക് ടെക്സ്റ്റുകളിലും അത് കാണാൻ പറ്റില്ല. മറിച്ച് അത് ബേസ് ചെയ്തിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ആണ് അതിനെ വളച്ചൊടിച്ച് ആ ഒരു രീതിയിൽ കൊണ്ടുവന്നെത്തിച്ചത്. സയൻസ് സബ്ജക്റ്റുകൾ എടുത്തു നോക്കിയാൽ അതിൽ ഫിലോസഫിക്കോ സ്പിരിച്വാലിറ്റിക്കോ ഒരു സ്പേസ് ഇല്ല. കാരണം അവർക്ക് അവരുടെ തിയറികളായാലും അവരുടെ നിയമങ്ങളായാലും ഡെറിവേഷനുകളായാലും എക്സ്പെരിമെൻറ്റുകളായാലും ഡിവൈസ് ചെയ്യാമെന്നുള്ള ഒരു ഫോക്കസ് മാത്രമേ ഉള്ളൂ സയൻറ്റിഫിക് ആർട്ടിക്കിളോ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾക്കോ സംബന്ധിച്ചിട്ടുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ് ഫിലോസഫി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡീപ്പറായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഡാൻ ബ്രൗൺ പുസ്തകത്തിൽ എഴുതിയതുപോലെ ദേ ആർ നോട്ട് അറ്റ് ഓഡ്സ്. റിലീജിയൻ ആൻഡ് സയൻസ് ആർ നോട്ട് അറ്റ് ഓഡ്സ്. അതേ കാലത്ത് സയൻസ് ഈസ് ടു യങ് ടു അണ്ടർസ്റ്റാൻഡ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സയൻസ് ഈസ് ടു യങ് ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആധ്യാത്മിക വിഷയം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ നിന്ന് വേർപെട്ടതായ ഒരു സബ്ടൈൽ എലമെൻറ്റിന്, അതിനെ നമ്മൾ ആത്മാവ് എന്ന് നാമകരണം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേപോലെ പ്രാണൻ എന്ന് വിളിക്കുന്നതായ ആത്മാവുമായി ബന്ധപ്പെട്ടതായ വളരെ സബ്ടൈലായിട്ടുള്ള എലമെൻറ്റുകൾ ശരീരവുമായിട്ടും ലോകവുമായിട്ടും എങ്ങനെ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ, അല്ലെങ്കിൽ ആ ഇൻ്ററാക്ഷനുകൾ കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിനെയാണ് ഒരു പക്ഷേ ഫിലോസഫിക്കൽ അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ കൂടുതലായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സയൻസ് എന്ന് പറയുന്നത് സാറ് എനർജി ആയിട്ടാണ് അതിനെ. ആത്മാവ് എനർജി അല്ല. ആത്മാവ് എങ്ങനെ എനർജി ആവുന്നത്? എനർജി ഈസ് ഓൾസോ എ ഡെഡ് എലമെൻറ്റ്. അതായത് വിചാരം എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. തന്ത്രങ്ങളും ശൈവാഗമങ്ങളും 36 തത്വമാണ് പിരിക്കുന്നത് ലോകത്തിന്. പരമതത്വം എന്ന് പറയുന്നത് തത്വാതീതമാണ്. അത് ഈ 36ലും പെടില്ല, തത്വാതീതമാണ്. വൈഷ്ണവത്തിൽ 26 തത്വം.
24 + 1 + 1. തന്ത്രത്തിൽ 36, ഈ വൈഷ്ണവത്തിൽ 26. ഈ 10ൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ 24 + 1 + 1 എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ 24 എന്ന് പറയുന്നതും ഡെഡാണ്. അതായത് ഡെഡ് എന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഒരു ചൈതന്യമില്ല, അതിൽ ആത്മാവ് വസിച്ചാൽ അതിന് ഫങ്ഷനുണ്ട്. ഇപ്പോൾ ഒരു ശരീരത്തിൽ ആത്മാവ് വസിച്ചാൽ മാത്രമേ കൈ, കാല്, കണ്ണ്, മൂക്കൊക്കെ പ്രവർത്തിക്കുള്ളൂ. ആത്മാവ് ഇറങ്ങിപ്പോയ അടുത്ത നിമിഷം അതിന് പിന്നെ നമ്മൾ ആ ശരീരത്തിന് പറയുന്നത് വേറൊരു വാക്കാണ്. അതേ കാലത്ത് ആത്മാക്കൾ എല്ലായിടത്തും ഉണ്ടെന്നാണ് ഭഗവത്ഗീത ഉൾപ്പെടെ എല്ലാം പറയുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നിടത്തായാലും എല്ലാം ആത്മാക്കൾ പാറിപ്പറന്ന് നടക്കുന്നുണ്ട്. കാരണം അവർ ശരീരമുള്ള ആത്മാക്കളും ശരീരമില്ലാത്ത ആത്മാക്കളുമുണ്ട്. അതുകൊണ്ട് പ്രേതാത്മാവെന്ന് പറയാൻ പറ്റില്ല. സോൾസ് ആർ എവറിവെയർ. ആ സോളിന് ഒരു പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈമിൽ ഒരു ബോഡി അസൈൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മാവ് അല്ലെങ്കിൽ സൃഷ്ടികർത്താവിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് യെസ്, ഹീ ഈസ് വർത്ത് ടു ഹാവ് എ ബോഡി. അല്ലാത്ത സമയത്തും ഒരു സോൾ ഈ ബോഡിയിൽ വന്നിരിക്കാം. ഇപ്പം ഈ ഇതിലൊരു ആത്മാവ് വന്നിരിക്കാം. ബട്ട് ആ ആത്മാവിന് ഈ കസേരയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. കണക്ഷൻ ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ അത് ലൈവായിട്ടുള്ള ഒരു ശരീരമാകുന്നുള്ളൂ. ആ ശരീരത്തിൽ മാത്രമേ ഒരു അടി വെച്ച് കൊടുത്താൽ വേദനിക്കുള്ളൂ. ഇതിനെ അടിച്ചാൽ വേദനിക്കില്ല. എന്നാൽ ഇതിൽ ആത്മാവില്ലെന്ന് വെച്ചാൽ ആത്മാവുണ്ട്, ബട്ട് ദേ ആർ നോട്ട് കണക്റ്റഡ്. സോ ആ കണക്ഷൻ ഉള്ള ആത്മാവിൻ്റെ എന്ന് പറയുമ്പോൾ സാറ് ജീവനുള്ള വസ്തു എന്നാണോ പറയുന്നത്, അതോ ഇതുണ്ടാക്കിയ മെറ്റീരിയലിന് ജീവനില്ല, എന്നാൽ ലോകമെമ്പാടുമുള്ള പറന്നു നടക്കുന്നതായ ആത്മാക്കൾ നിരവധി ഉണ്ടെന്നാണ് ഗീതയുടെ 2ാമത്തെ അധ്യായത്തിൽ നോക്കുകയാണെങ്കിൽ ആത്മാക്കൾ എണ്ണിലൊടുങ്ങാത്തതായിട്ടുണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന് നമ്പർ കൗണ്ട് ചെയ്യാൻ പോലും പറ്റില്ല. എന്നാൽ ഈ ആത്മാവിനെ കൊല്ലാനോ ഈ ആത്മാവിനെ പുതുതായിട്ട് ഉണ്ടാക്കാനോ പറ്റുന്നില്ല എന്നും ഭഗവാൻ പറയുന്നുണ്ട്. ഹീസ് ഡിഫറെൻറ്റ്, സോൾ ഈസ് ഡിഫറെൻറ്റ്, ഡെഡ് എലമെൻറ്റ് ബീയിങ്സ് ആർ ഡിഫറെൻറ്റ്. ഡെഡ് എന്നുള്ളത് ഇംഗ്ലീഷിലൊരു കറക്റ്റായിട്ടുള്ള വാക്കല്ല. നമ്മൾ സംസ്കൃതത്തിൽ പറഞ്ഞാൽ അചിത്ത് വസ്തുക്കൾ എന്നാണ് പറയുന്നത്. ചിത്ത്, അചിത്ത്, ഈശ്വരൻ. ശൈവത്തിൽ പറഞ്ഞാൽ പശു, പതി, പാശം എന്ന് പറയും. പതി എന്ന് പറയുന്നത് ശിവൻ, പശു എന്ന് പറഞ്ഞാൽ ആത്മാവ്. അതെല്ലാ ആത്മാവും. ഈ തന്ത്രത്തിൽ ഉടനെ പശു എന്ന് പറയുന്നതും വീരൻ എന്ന് പറയുന്നതും ഒരു ചെറിയ ടെർമിനോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്. ഈ വീരനായാലും പശുവായാലും എല്ലാം ശൈവത്തെ സംബന്ധിച്ചിടത്തോളം പശുവാണ്. ദ സോൾ ഈസ് നോൺ ആസ് പശു, ഗോഡ് ഈസ് ഈശ്വര, പാശം ഈസ് റെസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സ്, വട്ട് എവർ ദാറ്റ് ഇസ്. ഇത് മുഴുവനും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സ്റ്റഡിയാണ് സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി എന്ന് പറയുന്നത്. ഏത് 24 അവിടെയാണ് ഈ 108 എലമെൻറ്റുകളും ഒക്കെ വരുന്നത്. അതിനകത്ത് എനർജിയുടെ ഫാക്ടറുണ്ട്. ബിക്കോസ് ദിസ് ബേസിക് കോംപ്രൈസിങ് എലമെൻ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. എനർജിയുടെ ഫാക്ടർ അവിടെ വരുന്നുണ്ട്. എനർജിയെ നമുക്ക് ഒരിക്കലും, പലരും പറയാറുണ്ട് എനർജി, സോൾ എന്ന് പറയുന്നത് ഒരു എനർജിയാണ് എന്ന് പറഞ്ഞ് ഞാനും ധാരാളം അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനി സോർട്ട് ഓഫ് എനർജി ഈസ് എ സോൾ. അതായത് ഈ കാണുന്ന ലൈറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എല്ലാം സോളാണ്. അത് അങ്ങനെ വരുന്നില്ലല്ലോ ഒരിക്കലും. അത് എനർജി എന്ന് പറയുന്നതും അതിന് നിയതമായ ഒരു മാസുണ്ട്, വെയിറ്റുണ്ട്, അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വേവ് ലെങ്ത്തും ഉണ്ട്. അപ്പോൾ ഒരിക്കലും ആത്മാവിനെ ഈ 2 കാര്യത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. എനർജി ആത്മാവിനെ ഓൺ ദ അതർ ഹാൻഡ് നീവാര ശുഖവത്വന്നി പീതാഭാസ്യാത്മൂപമ തസ്യാ ശിഖായ മധ്യേ പരമാത്മാ വ്യവസ്ഥിത എന്ന് നാരായണത്തിൽ പറയുന്നത് പോലെ അത് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ, ഹൃദയഗുഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ശരീരത്തിൽ അത് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എന്നാൽ അത് അതിൻ്റെ ധർമ്മബോധജ്ഞാനം കൊണ്ട് ശരീരം മുഴുവനും വ്യാപിക്കുന്നുമുണ്ട്. അപ്പം ഒരേ സമയം ഒരിടത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കപ്പെടാനും ഒരു ശരീരം മുഴുവനും വ്യാപിക്കപ്പെടാനും കഴിവുള്ള ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് അതിമാനുഷമായ കാര്യങ്ങൾ പോസിബിളായിട്ടുള്ള ഒരു കാര്യമാണ് ആത്മാവ്. അത് ആ ശരീരത്തിൽ ഇരിക്കുമ്പോഴാണ് അതിന് ആക്ഷൻസ് പോസിബിൾ ആവുക. ആ ശരീരം വിട്ട് കഴിഞ്ഞാൽ അതിന് യാതൊരു ആക്ഷനുകളും പോസിബിൾ അല്ല. ഇറ്റ് ഈസ് ഓൺ ഇറ്റ് സെൽഫ്.
അതാണ്. അപ്പോൾ സയൻസിനെ പറ്റി തിരിച്ചു വരികയാണെങ്കിൽ സയൻസ് ഈ അതല്ലാത്ത ബീയിങ്ങുകളുടെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ നമ്മുടെ സംസ്കൃതിയിൽ പെടുന്നതായ അനുഷ്ഠാന വിശേഷങ്ങളെ, വിശ്വാസങ്ങളെ സയൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെ അധികം നമ്മളെ ആൾക്കാരുടെ മുമ്പിൽ പരിഹാസ്യരാക്കി മാറ്റും. അങ്ങനെയാണ് ഈ മറ്റേ കൗടങ്ങിൽ പ്ലൂട്ടോണിയം ഉണ്ടെന്നൊക്കെ പറയുന്ന ഒരു ഇത് വരുന്നത്. നമ്മളെ അല്ലെങ്കിൽ സ്വർണ്ണമുണ്ട്, മേ ബി ഇറ്റ് ഈസ് ദെയർ. ഇതെല്ലാം 108 പരം എലമെൻറ്റുകൾ ഉള്ളതല്ലേ. ഇപ്പോൾ പ്ലൂട്ടോണിയം ഒരു നാച്ചുറൽ സോഴ്സായിട്ട് ഉള്ളതായ ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളതായ പശുവാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി അതിൻ്റെ ഫുഡിൽ കാണും. എന്ന് വെച്ചിട്ട് നമുക്കിവിടെ എറണാകുളത്ത് വളരുന്ന ഒരു പശുവിന് അതുണ്ടാവില്ല. സോ സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ കണ്ണുമടച്ച് ആൾക്കാർ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. നമ്മൾ എന്തിനേയും സയൻസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് നമ്മൾ വാശി ഒരിക്കലും പിടിക്കരുത്. ഓൺ ദ അതർ ഹാൻഡ് സയൻസിലുള്ള ചില കാര്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ചില ഫിലോസഫിക്കൽ ഇമ്പാക്റ്റുകൾ ഉണ്ടാകാറുമുണ്ട്. ഒരിക്കലും ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. ഇൻഫ്രാറെഡ് തരംഗങ്ങൾ നമ്മുടെ ശരീരത്തിലായിട്ട് എങ്ങനെ ഇൻറ്ററാക്ട് ചെയ്യുന്നു, ശരീരം മാത്രമല്ല ഇൻഫ്രാറെഡ് തരംഗങ്ങൾ മെറ്റീരിയലുകളായിട്ടുള്ള ഇൻറ്ററാക്ഷനെ പറ്റി സംസാരിക്കുന്നതായ സമയത്ത് ലൈറ്റ് എങ്ങനെയാണ് മാറ്ററുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലൈറ്റ് മാറ്ററായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതായ സമയത്ത് അത് എന്തിനെ ഉദ്ദീപിപ്പിക്കുന്നു, എന്ത് ചലനത്തെ ഉദ്ദീപിപ്പിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്കഷനുകളിൽ നമ്മളൊരു വസ്തുവിനെ 0 ഡിഗ്രി കെൽവിനിലേക്ക് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ അത് കംപ്ലീറ്റായിട്ട് ഡെഡാവും. അതായത് അത് മരയ്ക്കും. ഒരു തരത്തിലുള്ള മോഷനുകളും പോസിബിൾ ആവില്ല. അങ്ങനെ മരച്ചിരിക്കുന്നതായ അവസ്ഥയിൽ പോലും സീറോ എനർജി സ്റ്റേറ്റ് എന്ന് പറയും. ഈ സീറോ എനർജി സ്റ്റേറ്റിൽ പോലും കണികകൾക്ക് സ്പന്ദനമുണ്ട്. കണികകൾ സ്പന്ദിച്ചുകൊണ്ടേയിരിക്കും. അതായത് സ്പന്ദം എന്ന് പറയുന്നത്, വൈബ്രേഷൻ എന്ന് പറയുന്നത്, ഈ വാക്കിന് വലിയ പ്രത്യേകതയുണ്ട്. കാശ്മീര ശൈവത്തിൽ സ്പന്ദകാരിക എന്ന് പറഞ്ഞു തന്നെ പുസ്തകങ്ങളുണ്ട്. സ്പന്ദം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഈക്ഷണ ശക്തി, അതായത് സൃഷ്ടി, സ്ഥിതി, ലയം തുടങ്ങിയ എല്ലാത്തിനും സ്പന്ദം ബേസാണ്. ഈ സ്പന്ദം ഒരിക്കലും മരിക്കുന്നില്ല അല്ലെങ്കിൽ നിൽക്കുന്നില്ല എന്ന് കാണാം. ചെറിയ മോളിക്യൂളുകളിൽ പോലും ആ സ്പന്ദം ഒരിക്കലും നിൽക്കുന്നില്ല. അത് മനസ്സിലാക്കുന്നതായ അതായത് ഒരു മിനിമം എനർജി ഈസ് ദെയർ ഓൾവേസ്. ദർ ഈസ് നോ സീറോ എനർജി സ്റ്റേറ്റ്. സീറോ എനർജിക്കും ഒരു എനർജി ഉണ്ട്. ബട്ട് യു കനോട്ട് ക്ലെയിം ഇറ്റ് ആസ് എ സോൾ. ഓൺ ദ അതർ ഹാൻഡ് ഈശ്വരൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് ആ ഒരു സ്പന്ദമാണ്. ഓരോ വസ്തുവിലും ഈശ്വരൻ്റെ കയ്യൊപ്പ് എന്ന് പറയുന്നത് ആ സ്പന്ദമാണ്. തീർച്ചയായിട്ടും സാർ, അതുപോലെ തന്നെ സാർ പറഞ്ഞതിനകത്ത് ഒരു കാര്യം കൂടെ ചോദിക്കുന്നത്, സാർ ഇപ്പം വൈഷ്ണവ സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പം നമ്മൾ ഈ ശൈവ സമ്പ്രദായം, വൈഷ്ണവ സമ്പ്രദായം ആദ്യമായിട്ട് കേൾക്കുന്നത്, എന്നെ സംബന്ധിച്ച് പറയുകയാണ്, ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാനൊരു സിനിമയില്ല, കമലഹാസൻ അഭിനയിച്ചൊരു സിനിമയ്ക്കകത്താണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതിനകത്ത് തീർച്ചയായിട്ടും തമ്മിൽ അടിക്കുന്ന ഒരു ഹിന്ദു മതത്തിനകത്ത് തന്നെ, നമ്മുടെ സംസ്കാരത്തിൽ തന്നെ തമ്മിൽ അന്ന് അടിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗമായിട്ടാണ് ആ സിനിമയിലും കാണിക്കുന്നത്. കേട്ട അറിവും അങ്ങനെ തന്നെയാണ്. അപ്പം കൂടുതലും ഈ സാർ ഈ ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞത് കൂടി നമുക്ക് അതിലേക്ക്, അപ്പം വിഷ്ണു അല്ലാതൊരു ദൈവമില്ല എന്നുള്ളതാണോ എന്നറിഞ്ഞാൽ കൊള്ളാം. അതെ 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 വിഷ്ണു അല്ലാതെ ഒരു ദൈവമില്ല എന്നല്ല, വിഷ്ണു മാത്രമാണ് ഉപാസ്യൻ. മറ്റു ദേവതകൾ ഉപാസ്യരല്ല വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം. അത് പാതിവൃത്യത്തിൻ്റെ ഭാഗമാണ്. ആ ദീക്ഷയുടെ പാതിവൃത്യം. ഇപ്പോൾ ശൈവദീക്ഷയിലും സമയദീക്ഷ, വിശേഷദീക്ഷ, നിർവ്വാണദീക്ഷ, ആചാര്യദീക്ഷ എന്ന് പറഞ്ഞ് 4 ദീക്ഷാപ്രകരണം ശൈവർക്കുണ്ട്. വൈഷ്ണവർക്ക് ഒരു ദീക്ഷയേ ഉള്ളൂ. ശൈവർക്ക് 4 ദീക്ഷകളാണ് പതിവ്. പ്രഥമ ദീക്ഷയിൽ തന്നെ ഇമ്പോസ് ചെയ്യുന്ന ഒന്നാണ് പാതിവൃത്യം എന്ന് പറയുന്നത്. അത് ശിവനോട് മാത്രമേ, എക്സ്ട്രീം ശൈവൈറ്റ്സ് ആയിട്ടുള്ളവർക്ക് പാർവതിയെ പോലും അക്സെപ്റ്റബിൾ അല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വേർതിരിവ് വരാൻ കാരണം എന്താണ്? ഇപ്പം
നമ്മൾ പണ്ട് തൊട്ടേ ഓൾ അക്സെപ്റ്റൻസ് ആയിട്ട് എല്ലാത്തിനെയും നമ്മൾ 33 കോടി ദൈവഗണങ്ങൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആ ഒരു കൾച്ചറിൻ്റെ അല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളതല്ല. അപ്പം ഇപ്പം എൻ്റെ കാര്യം എടുത്താലും ഞാൻ ശിവക്ഷേത്രത്തിലും പോകാറുണ്ട്, വൈഷ്ണവ ക്ഷേത്രത്തിലും നമ്മൾ പോകാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ആ ഒരു ഇത് മാത്രം സാറ്? അല്ല, അത് സാമൂഹികമായ ലെവലിൽ ഇത് മുഴുവനും ഉണ്ട്. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം ഈ 33 കോടി ദേവന്മാരുണ്ട്. അതൊരിക്കലും അവൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ ഒരിക്കലും ഡിനൈ ചെയ്യുന്നില്ല. മറിച്ച് അത് എനിക്ക് ഉപാസ്യനാണോ, ഇറ്റ് ഈസ് ദെയർ, ബട്ട് ഡു ഐ ഹാവ് ടു ബോദർ? ഐ ഡോണ്ട് ഹാവ് ടു. ഞാനൊരു വൈഷ്ണവ ഇനീഷ്യേറ്റ് ആണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു മാത്രം ഡിപ്പെൻഡബിളും വർഷിപ്പബിളും. ബാക്കിയുള്ളവരെ നമ്മൾ ബോദർ ചെയ്യുന്നില്ല. അപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ പോവാം സാർ? ബാക്കിയുള്ള ക്ഷേത്രങ്ങളിൽ പോവില്ല. ഞാനൊരു ഉദാഹരണം പറയാം. വൈഷ്ണവനായിരുന്ന കാലത്താണ് ഞാൻ ആദ്യമായിട്ട് കാഞ്ചീപുരത്ത് പോകുന്നത്. ഏകാംബരേശ്വരരായാലും കാഞ്ചി കാമാക്ഷി ആയാലും ആദ്യമായിട്ട് ചിദംബരം ക്ഷേത്രത്തിൽ പോകുന്നതും വൈഷ്ണവനായിരുന്ന സമയത്താണ്. കാഞ്ചി കാമാക്ഷിയുടെ വലതുവശത്ത് സൈഡിലായിട്ടാണ് ഒരു വൈഷ്ണവ ദിവ്യദേശം ഉള്ളത്. അതായത് കാഞ്ചി കാമാക്ഷിയുടെ ഗർഭഗൃഹത്തിൻ്റെ പുറത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ കാമാക്ഷിയെ കാണാം. പക്ഷെ വൈഷ്ണവർക്ക് വേറെ റൂട്ടുണ്ട് വരാൻ. അവർക്ക് നോർമൽ ക്യൂവിൽ നിൽക്കണ്ട. ഞങ്ങൾ ആ ക്യൂ വഴി വന്ന് ഈ ഭഗവാനെ തൊഴുതിട്ട് ഇങ്ങനെ പോലും നോക്കി കാമാക്ഷിയെ നോക്കാതെ തിരിച്ചു പോയിട്ടുണ്ട്. ഇത് തന്നെ ചിദംബരത്ത് ഗോവിന്ദരാജൻ ഇങ്ങനെ കിടക്കുന്നു, നടരാജൻ ഇങ്ങനെ നിൽക്കുന്നു. ഗോവിന്ദരാജനെ കാണണമെങ്കിലും ഇങ്ങനെ തന്നെ വരണം, നടരാജനെ കാണണമെങ്കിൽ ഇങ്ങനെയും പോവാം ഇങ്ങനെയും പോവാം. നമ്മൾ ഇങ്ങനെ വന്ന് നടരാജനെ ഇങ്ങനെ പോലും നോക്കാതെ നേരെ ഗോവിന്ദരാജനെ കണ്ട് തൊഴുത്ത് പുറത്തിറങ്ങി പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ലെവൽ ഓഫ് പാതിവൃത്യം. മറ്റൊന്നും അക്സെപ്റ്റബിൾ അല്ല. നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. സാറ് പറഞ്ഞതിന് പുറത്ത് കിടക്കാനുണ്ടായ സാഹചര്യം? അല്ല, അത് പുറത്ത് കിടക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അത് ദാറ്റ് ഈസ് പുറത്ത് കിടക്കുക എന്ന് ഒരിക്കലും പറയില്ല. കാരണം വൈഷ്ണവ അല്ലെങ്കിൽ ശൈവ ദീക്ഷകൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഇതിൽ നിന്നുകൊണ്ടിട്ട് അത് വളരെ ഹൈലി അക്സെപ്റ്റബിൾ ആണ്. ഇറ്റ് ഹാസ് ടു ബി അക്സെപ്റ്റബിൾ ഇൻ ദാറ്റ് വേ. അതിൽ നിന്ന് വിട്ട് വൈഷ്ണവത്തിൻ്റെ ഒരു വലിയ ലെവൽ ഓഫ് ഫിലോസഫി ഉണ്ട്. ഗുരുവിനോടുള്ള അനുഷ്ഠാനങ്ങൾ, ഭഗവാനോടോ അല്ലെങ്കിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പ്, അർത്ഥപഞ്ചകജ്ഞാനം എന്ന് പറയും. എന്തിനെ നമ്മൾ അറിയണം, എന്തിനറിയണം, ആരാണ് അറിയാൻ ഉള്ള എലിജിബിലിറ്റി ഉള്ളത്, വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് ദ വേൾഡ്, ഹൗ യു ആർ കണക്റ്റഡ് ടു ദ വേൾഡ്, വാട്ട് ഈസ് ഒപ്പോസിങ് യു ഫ്രം ഗോയിങ് ടു ദ ഗോഡ്. ദൈവത്തിലേക്ക് ചെല്ലാൻ അല്ലെങ്കിൽ ദൈവത്തിലേക്ക് നടക്കാനായിട്ട് നമ്മളെ തടുക്കുന്നത് എന്താണ്, വിരോധികൾ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഫിലോസഫിക്കൽ ആയിട്ടുള്ള വലിയ സ്റ്റഡീസുണ്ട്. അപ്പോൾ ആ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ ഈ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് കോഡ് ചെയ്തിരിക്കുന്നത്. അവർ ലോകത്തിലുള്ള മറ്റുള്ളവരങ്ങനെ പ്രവർത്തിച്ചോളണമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ആ ഒരു വൈഷ്ണവ ദീക്ഷ അല്ലെങ്കിൽ ശൈവ ദീക്ഷയുടെ പാർട്ടാണ് അത്. നമുക്കൊരിക്കലും അത് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓൺ ദ അതർ ഹാൻഡ് അതിന് ശേഷം ഒരു പീരിയഡിൽ ഇത്രയ്ക്ക് ഹാർഷായിട്ട് നമ്മൾ മറ്റുള്ള ദേവതകളെ നോക്കണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളരെ ഫൈനർ ആസ്പെക്റ്റാണ്. എനിക്ക് ഒരു ദേവനെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റുള്ള ദേവന്മാരെ നമ്മൾ ദുഷിച്ചോളണം എന്നല്ല. സോ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ആ ദുഷിക്കുന്ന ഒരവസ്ഥ സംഭവിക്കുകയുണ്ടായി. അപ്പം അതായത് മറ്റുള്ള ദേവതകളെ നമ്മൾ ഒരു ഡിമോറലൈസ് ചെയ്ത് കാണുന്ന ഒരു ആസ്പെക്റ്റ്, അത് തെറ്റാണെന്നൊരു ധാരണ സംഭവിച്ചു. ദേ ആർ ഓൾസോ റെസ്പെക്റ്റബിൾ. ആഴ്വാർമാരുടെയോ നായനാർമാരുടെയോ ഗ്രന്ഥങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാലും കാണാൻ പറ്റുന്നത് അവരവർ ഇറയവർ കുറവിലർ. മറ്റുള്ള ആൾക്കാരുടെ അനുഷ്ഠാനത്തിലുള്ള ദേവതമാരൊരിക്കലും കുറവുള്ള ദേവതകളാണെന്ന് ആഴ്വാർമാരോ നായനാർമാരോ പറയുന്നില്ല. പക്ഷേ എനിക്കുപാസ്യൻ നീയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് മീ. അവിടെ മറ്റൊരാൾ വേണ്ട.
ഒരു ഭാര്യയും ഭർത്താവും ഒരു മുറിയിൽ അടച്ചിരിക്കുമ്പോൾ മൂന്നാമതൊരാൾക്ക് എങ്ങനെ പ്രസക്തി ഇല്ലയോ അതേപോലെയാണ് ഞാനും എൻ്റെ ദേവതയും. സോ പുറത്തു വരിക എന്ന് പറയുകയല്ല, ആ ഒരു വൈഷ്ണവത്തിലുണ്ടായ നോളജിലെ ഒരു ഡെവലപ്മെൻറ്റാണ് തന്ത്രയിലേക്ക് ലീഡ് ചെയ്തതെന്ന് വേണം ഒബിയസ്ലി പറയാനായിട്ട്. അതായത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ട്രാൻസ്ഫർമേഷൻ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിഷ്ണു നിന്നിടത്ത് ലളിത. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ ഡിഫറൻസ് ആണ്. കാരണം ഒരുമാതിരിപ്പെട്ട തന്ത്രഗ്രന്ഥങ്ങളിലൊക്കെ ലളിത എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ ഒരു ഫീമെയിൽ ഫോമാണെന്നോ അല്ലെങ്കിൽ ലളിതയുടെ ഒരു മെയിൽ ഫോമാണ് വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ എന്നോ, ശൈവാഗമങ്ങളിൽ തന്നെ വളരെ ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ശിവാചാര്യന്മാർക്ക് പാർവതിയുടെ സ്ഥാനമാണ് വിഷ്ണുവിന് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനേ പറ്റില്ല. പിന്നെ ഒരു പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പാർവതിയുടെ ബ്രദറാണ് വിഷ്ണു എന്നുള്ള ഒരു ലോകത്തിൽ ഒരു പറയുമ്പോൾ അങ്ങനെ പറയണമല്ലോ. സോ ദേവതകളെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് നോക്കുമ്പോൾ ദർ ഇസ് നോ ഡിഫറൻസ്. ലളിതയും കൃഷ്ണനും തമ്മിൽ വ്യത്യാസമല്ല, ലളിതയും വിഷ്ണുവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. എക്സാക്ട്ലി സെയിമാണ്. ഒന്ന് മെയിൽ പ്രിൻസിപ്പിളാണ്, മറ്റൊന്ന് ഫീമെയിൽ പ്രിൻസിപ്പിളാണ്. ശ്രീവിദ്യയുടെ ഇന്നർ പ്രിൻസിപ്പിൾസ് എല്ലാം ഒരു കണക്കിന് വിശിഷ്ടാദ്വൈതവുമായിട്ട് കണക്റ്റഡ് ആണ്. എടുത്തു നോക്കിയാൽ തൃക്കാ ഫിലോസഫിയിലെ പല പ്രിൻസിപ്പിളുകളും നമ്മൾ ഇത് കൊണ്ട് ശങ്കരൻ്റെ അദ്വൈതവുമായിട്ട് കെട്ടാൻ ശ്രമിക്കുമ്പോഴാണ് വ്യത്യാസം ഉണ്ടാകും, കൺഫ്യൂഷൻ മുഴുവൻ സംഭവിക്കുന്നത്. ശങ്കരാദ്വൈതം വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. മറിച്ച് കാശ്മീരത്തിലെ സിദ്ധാന്തം തൃക്കാ എന്ന് പറയുന്ന ഫിലോസഫിയോ അത് ഉപയോഗിച്ചിട്ട് വന്നതായ ശൈവ സിദ്ധാന്തമോ അല്ലെങ്കിൽ ശ്രീവിദ്യാ സിദ്ധാന്തമോ പാരലായിട്ടുള്ളതായ വിശിഷ്ടാദ്വൈത സിദ്ധാന്തങ്ങളോ എല്ലാം വിശിഷ്ടമായ അദ്വൈതമാണ്. അതൊരിക്കലും കേവലാദ്വൈതവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. വളരെ പ്രാക്ടിക്കൽ ഡിഫറൻസുകൾ രണ്ടും തമ്മിലുണ്ട്. ആ ഒരു ഡിഫറൻസിൽ നിന്ന് കൊണ്ടുവേണം നമ്മൾ ഈ ട്രാൻസ്ഫർമേഷനെ നമുക്ക് എപ്പോഴും അസസ് ചെയ്യാനായിട്ട്. ഇപ്പോഴും മറ്റുള്ള ദേവതകളെ പൂജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂജിക്കുന്നില്ല. സാർ കറൻ്റ്ലി ഫോളോ ചെയ്യുന്നത് ശ്രീവിദ്യയാണ്. ശ്രീവിദ്യോപാസന തന്നെയാണ്.